മുണ്ടക്കയിലാണ്. ഇതൊക്കെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീട്ടിലെ മുഴുവൻ മനുഷ്യരും മരിച്ചുപോയി. വലിയ ദുരന്തത്തിൽ പൊട്ടിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിനൊപ്പം ആ വീടും പാടെ തകർന്നുപോയി. ഈ ദുരന്തത്തിൽ ഏറ്റവും വലിയ ആഘാതം നേരിട്ട ഒരു വീടുകളിലൊന്ന് ഇതാണ്. അവിടെ 10-ലധികം കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ കുറച്ച് ബന്ധുക്കൾ ഇവിടെ ഇവിടെ ഉണ്ട്. ഇത്ത വാക്കുകളില്ല. എന്നാലേ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകളായൊരു വീട്, ഇതൊരു വീടായിരുന്നു നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഇപ്പോൾ വരുന്ന ഒരാളിന്. കാരണം ഒരു വീടിന്റെ ഒരു അവശേഷിപ്പുകളും ഒരു അടയാളവും ബാക്കിയില്ലാതെ അങ്ങനെ അങ്ങ് എടുത്തുപോയി. ഒരു ഒറ്റ മോനാണ് ബാക്കിയായത്. ഈ വീട്ടിൽ ഒറ്റ മകൻ മാത്രമാണ് ബാക്കിയായത്. നിങ്ങൾ വീട്ടിലെ മരുമോനായിരുന്നു അല്ലേ? മരുമോനായിരുന്നു. ഭാര്യ വീടായിരുന്നു അതിലെ. ഒരാളും ബാക്കിയില്ല അല്ലേ? ഒരു ആളെ മാത്രമുള്ള ബാക്കി. എത്ര ആൺമക്കളായിരുന്നു? ഒരു 2 ആണും 2 പെണ്ണും. അതിലൊരാണും ഒരു ഫാമിലി മൊത്തം പോയി. അതുപോലെ ഈ അളിയൻ്റെ ഫാമിലി, ഭാര്യയും പുള്ളിയുടെ ഭാര്യയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഉമ്മ ഉപ്പ. നമ്മൾ ഒരിക്കലും ഊഹിക്കുന്നില്ലല്ലോ ഇത്രയും വലിയൊരു. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. കാരണം പിന്നെ ഇവരൊക്കെ പോകേണ്ടതായിരുന്നു. ഞാനിപ്പോൾ വന്നത് കാരണം എൻ്റെ വീട് എൻ്റെ തൊട്ട് മുകളിലെ വീടാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ. ഞാനിവിടെ ഉണ്ടായിരുന്ന ഇല്ലായിരുന്നെങ്കിൽ അവരും കൂടി ഇവിടെ വരുമായിരുന്നു. കാരണം ഇപ്പോൾ താഴെ മൂത്ത അളിയൻ്റെ വീട് താഴെയാണ്. ആ കോട്ടേഴ്സ് മൊത്തം പൊളിഞ്ഞു പോയി. അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇവരെ കൂടെ നിൽക്കാൻ. ഇവർ ഒരുമിച്ച് പോയി ആണ് അവസ്ഥ. 11 പേര് ഇവിടെ 11 പേര്. എൻ്റെ ഉമ്മ, പെങ്ങള്, അതുപോലെ അനിയൻ്റെ ഭാര്യ, 2 കുട്ടികൾ, മൊത്തം 16 പേര്. എങ്ങനെ ഈ വിഷമം പറഞ്ഞറിയിക്കും, ആളുകളോട് വിവരിക്കും എന്നറിയാത്തൊരവസ്ഥയാണ്. ഈ വീട്ടിൽ ഒരവശേഷിപ്പുകൾ പോലും ബാക്കിയാകാതെ പൂർണ്ണമായും മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയ വീടിൻ്റെ തറ പോലും ബാക്കിയില്ല. ഈ വീട്ടിലാകെ ബാക്കിയായത് ഗൾഫിലുണ്ടായിരുന്നൊരു മകൻ മാത്രമാണ്. അവൻ ഈ ദുരന്തം അറിഞ്ഞു വന്നതാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ശൂന്യത മാത്രമാണ് ബാക്കി, വെറും ശൂന്യത മാത്രം. എങ്ങനെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നറിയില്ല. അദ്ദേഹത്തിന് ബാക്കിയായ കുറച്ച് ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കൾക്ക് എങ്ങനെ, എന്ത് വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ? കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അടക്കം ഈ മലവെള്ളപ്പാച്ചിലിൽ പോയി മരിച്ചുപോയി. ഈ വീട് പോലും ബാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ബാക്കിയില്ല. ഉപ്പയും ഉമ്മയും ബാക്കിയില്ല. ആരുമില്ല. ഇത്രമേൽ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന് വന്നു ഭവിച്ചാൽ എങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാനാകുമെന്നുള്ള ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരമില്ല എന്നതാണ്. അപ്പോൾ ഈ മകൻ ഇപ്പോൾ ദുരന്തമറിഞ്ഞു വന്നതാണ്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ബന്ധുക്കളെ കാണാം. ഒന്നും കാണാനില്ല. വീടിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഉണ്ടെങ്കിൽ ആശ്വസിക്കാമായിരുന്നു. ഒന്നും ബാക്കിയില്ലാത്ത, അങ്ങേയറ്റം വലിയ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിവരണാതീതമായ ദുരന്തത്തിൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നു. രാവിരുട്ടിൽ പൊടുന്നനെ ഇരുളിൽ വന്ന മഹാദുരന്തത്തിൽ 11 പേർ, ഈ വീട്ടിലുണ്ടായിരുന്ന 11 പേർ മരിച്ചുപോയി.